നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ലീഗൽ അസിസ്റ്റൻ്റ് പരീക്ഷാ തയ്യാറെടുപ്പ് നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് അവരുടെ സിലബസിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 4 സെക്ഷൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാധാരണ അക്യുമുലേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗ്യാദർ അപ്പ് അല്ലെങ്കിൽ ബിൽഡപ്പ് എന്ന അർത്ഥത്തോടു കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻകം ജനറേഷൻ സംഭവിക്കുകയാണ്. സോ ആ ഇൻകം നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈക്ക് വേറെ ഒരു എക്സ്പെൻസിനും ഡൈവേർട്ട് ചെയ്യാതെ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ബിൽഡപ്പ് ചെയ്ത് കിട്ടുന്ന കാശുകളെല്ലാം കൂട്ടി ഗ്യാദർ ചെയ്ത് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ് അക്യുമുലേഷൻ ഓർ അക്യുമുലേറ്റഡ് മണി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഡോക്ട്രിൻ ഓഫ് അക്യുമുലേഷൻ ഈസ് എ വേ ടു റീസ്ട്രെയിൻ ദ എൻജോയ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി. It restricts the favorable use and pleasure derived from the property എന്നുള്ളതാണ്. ഓക്കെ, സോ ഡോക്ട്രിൻ ഓഫ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിൽ ഒരു ചെറിയ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. ഓക്കെ, നിയന്ത്രണം അത് സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന വ്യക്തിയാണ് ട്രാൻസ്ഫറർ, ബി എന്ന് പറയുന്ന വ്യക്തി പൈ ചെയ്തു ട്രാൻസ്ഫറി. സോ ബിയിൽ മേൽ ഒരു നിയന്ത്രണം അവിടെ ഉണ്ട്. ബിക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ എൻജോയ്മെൻറ്റ് ആ പ്രോപ്പർട്ടിന്മേൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ആക്ടിൽ സെക്ഷൻ 17 ആണ് ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ പോയിന്റും കൂടെ വായിച്ചിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇഫ് എ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് എ ഡയറക്ഷൻ ടു അക്യുമുലേറ്റ് ഇൻകം, ദാറ്റ് ഡയറക്ഷൻ ഈസ് ഓൺലി വാലിഡ് ഇഫ് ഇറ്റ് ഈസ് ഫോർ എ പീരീഡ് ഓഫ് no longer than the life of the person who transferred the property or 18 years from the date of the transfer. നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. എ ആണ് ഇവിടെ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത്, ബി ആണ് ട്രാൻസ്ഫറി. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടിന്മേൽ ബിക്കൊരു കംപ്ലീറ്റ് ഒരു ഫുൾ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫുൾ ഇൻട്രസ്റ്റ് അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. ആ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ എ കൽപ്പിച്ചിട്ടുണ്ട്, ബിയിന്മേൽ എ കൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ഇൻകം അക്യുമുലേറ്റ് ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോപ്പർട്ടി ഇയാൾ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ട്രാൻസ്ഫർ ചെയ്തല്ലോ, ഇതിന്മേൽ ഈ പ്രോപ്പർട്ടിന്മേൽ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻകം ഷുഡ് ബി അക്യുമുലേറ്റഡ്. അതാണ് ഇവിടുത്തെ ഒരു റിസ്ട്രെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത്. അത് എത്ര കാലത്തേക്ക് എന്നുള്ളതും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ എയുടെ ജീവിതകാലം മുഴുവൻ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ നടന്ന് 18 വർഷം വരെ. ഇതിൽ ഏതാണോ ലോങ്ങർ പീരീഡ് അത് എക്സിസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എ ബിക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ആ പ്രോപ്പർട്ടി മേലുള്ള റിസ്ട്രെയിനിങ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻകം ഷുഡ് ബി അക്യുമുലേറ്റഡ്. ഓക്കെ, എത്ര കാലത്തേക്കാണ്? ഒന്നുകിൽ എയുടെ ലൈഫ് പീരീഡ് മുഴുവൻ, എ ജീവിതകാലം മുഴുവൻ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ നടന്ന് 18 വർഷത്തേക്ക്. ഇതിൽ ഏതാണോ ലോങ്ങർ പീരീഡ് അത് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നാൽ ഈ പറയുന്ന റൂളുകൾ ചില സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് വാലിഡ് ആവത്തില്ല. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഫോർ പേയിങ് ദ ഡെപ്റ്റ്സ് ഓഫ് ദി ട്രാൻസ്ഫറർ ഓർ സമ്മൺ ഹു ഇൻഹെറിറ്റ്സ് അണ്ടർ ദി
ട്രാൻസ്ഫർ. അതായത് എ ബിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, ഈ പറയുന്ന പ്രോപ്പർട്ടിന്മേൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം അക്യുമുലേറ്റ് ചെയ്യപ്പെടണമെന്ന് എ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് അവിടുത്തെ റിസ്ട്രെയിനിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് സ്വാഭാവികമായിട്ടും അറിയാം ബിക്ക് ഈ പ്രോപ്പർട്ടിന്മേൽ അയാളുടെ ഫുൾ എൻജോയ്മെൻറ്റ് അവിടെ നടത്തിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻകം അക്യുമുലേറ്റ് ചെയ്യാൻ പറയുന്നത് എയുടെ ഡെപ്റ്റ്, എക്കുണ്ടായ കടം തീർക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വില പോവില്ല. അതുപോലെ തന്നെ പ്രൊവൈഡിങ് പോർഷൻസ് ഫോർ ചിൽഡ്രൻ ഓർ ഡെസെൻഡൻസ് ഓഫ് ദി ട്രാൻസ്ഫർ ഓർ എനിവൺ ഇൻഹെറിറ്റിംഗ്, അതായത് എയുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ എയുടെ പിൻഗാമികൾക്കോ വേണ്ടിയിട്ട് ആ കാശ് മാറ്റിവെക്കുക എന്ന് വിചാരിച്ചാൽ പോസിബിൾ അല്ല. ദെൻ പ്രിസർവിങ് ഓർ മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർട്ടി ഇറ്റ് സെൽഫ്, ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇൻകം അക്യുമുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പർപ്പസസ്, ഈ 3 സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ എന്ന് പറയുന്നത് എത്ര പീരീഡിലേക്കാണ്? ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ, അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് 18 ഇയേഴ്സ് വരെ. ഇതിൽ ഏതാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേം അതുവരേക്കും ഈ പറയുന്ന ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ ഇത് ആപ്ലിക്കബിൾ അല്ല എവിടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയുടെ കടം തീർക്കുവാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയുടെ കുട്ടികൾക്കോ പിൻഗാമികൾക്കോ ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടിയുടെ പ്രിസർവേഷന് വേണ്ടിയിട്ടോ ഒന്നും ഇത് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടൊന്നും നടക്കത്തില്ല. ഓക്കെ, സോ സെക്ഷൻ 17 ആണ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് കണ്ടീഷണൽ ട്രാൻസ്ഫർ ആണ്. സെക്ഷൻ 25 ആണ് കണ്ടീഷണൽ ട്രാൻസ്ഫർ പറയുന്നത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം. എനി ട്രാൻസ്ഫർ ദാറ്റ് ഹാപ്പൻസ് ഓൺ ദി ഫുൾഫിൽമെന്റ് ഓഫ് എ കണ്ടീഷൻ ദാറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദി അതർ പാർട്ടി ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ഒന്നുകൂടി വായിക്കാം. എനി ട്രാൻസ്ഫർ ദാറ്റ് ഹാപ്പൻസ് ഓൺ ദി ഫുൾഫിൽമെന്റ് ഓഫ് എ കണ്ടീഷൻ, ഇവിടെ ഒരു കണ്ടീഷൻ ദാറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദി അതർ പാർട്ടി ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എ ആണ് ഇവിടുത്തെ ട്രാൻസ്ഫറർ, ബി ആണ് ഇവിടുത്തെ ട്രാൻസ്ഫറി. ഓക്കെ, സോ ട്രാൻസ്ഫറർ എന്ന് പറഞ്ഞാൽ സെല്ലർ ആണ്. ആ ഒരു അർത്ഥത്തോടു കൂടി നിങ്ങൾ നോക്കിയാൽ മതി. ആരാണോ കൊടുക്കുന്നത് സെല്ലർ എന്ന അർത്ഥത്തോടു കൂടി കണ്ടാൽ മതി. ട്രാൻസ്ഫറി എന്ന് പറഞ്ഞാൽ ബയർ എന്ന അർത്ഥത്തോടു കൂടി കാണും. അപ്പോൾ എയുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടി ബിക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ നിയമത്തിന് എതിരായിട്ടുള്ള ഒരു വയലേഷൻ ആയിട്ടുള്ള സംഗതിയാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇമ്മോറൽ പരിപാടികളൊന്നും ആവാൻ പാടില്ല. ഓക്കെ, ലീഗലി ആ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ലീഗലി ആ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടിയും അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, എ പറയാണ് എൻ്റെ കൈവശമുള്ള പ്രോപ്പർട്ടി ബിക്ക് നൽകാം, പ്രൊവൈഡിങ് എക്ക് ഒരു ലോട്ടറി അടിക്കുകയാണ്, അല്ലെങ്കിൽ എക്കൊരു സർക്കാർ ജോലി കിട്ടുകയാണ്. എക്കൊരു സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം എ അവരുടെ കൈവശമുള്ള പ്രോപ്പർട്ടി ബിക്ക് കൊടുക്കാമെന്ന് പറയുന്നു. സോ ആ ഒരു റിക്വയർമെന്റ് ബിക്ക് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി കിട്ടിയാൽ കൊള്ളാം. എന്നാൽ ഈ ഒരു റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എക്കൊരു സർക്കാർ ജോലി ലഭിക്കണം. സോ അത് ലീഗലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, കണ്ടീഷൻ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടീഷണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സെക്ഷൻ 25 നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, സെക്ഷൻ 25. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷണൽ ട്രാൻസ്ഫർ വാലിഡ് അല്ലാത്ത കാരണങ്ങൾ അല്ല കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദ കണ്ടീഷൻ ദാറ്റ് ഈസ് ഇമ്പോസ്ഡ് ഫോർ എനി കൈൻഡ് ഓഫ് കണ്ടീഷണൽ ട്രാൻസ്ഫർ ടു ബി വാലിഡ്, ദ കണ്ടീഷൻ ദാറ്റ് ഈസ് ഇമ്പോസ്ഡ് ഷുഡ് നോട്ട് ബി എന്താണ്? ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റഡ് ബൈ ലോ. നിയമപരമായിട്ട് പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസോ ആക്ടിവിറ്റീസോ ആകരുത്. ആക്ട്സ് ഇൻവോൾവ് ഫ്രോഡുലന്റ് വേസ്, ആക്ട്സ് ഇൻവോൾവ് ഇമ്പോസിബിൾ തിങ്സ്, ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നിൽക്കരുത്.
act that is termed as violative of public policy. Immoral acts, act that incurs any harm to person or his or her property. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ് ആകരുത്. അല്ലാത്ത ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു കണ്ടീഷണൽ ട്രാൻസ്ഫറിലൂടെ നമുക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ആസ് പെർ സെക്ഷൻ 25. ഓക്കെ, സോ നമ്മൾ സെക്ഷൻ 17 പഠിച്ചു, ഡയറക്ഷൻ ഫോർ അക്യുമുലേഷനും, സെക്ഷൻ 25 പഠിച്ചു, കണ്ടീഷണൽ ട്രാൻസ്ഫറും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് പാർട്ട് പെർഫോമൻസ്. ഡോക്ട്രിൻ ഓഫ് പാർട്ട് പെർഫോമൻസ് സെക്ഷൻ 53A ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ട്രാൻസ്ഫറീസ് who have partially performed an agreement to transfer immovable property. Okay, see ഇവിടെ ഒരു പാർഷ്യലി പെർഫോംഡ് ആൻ എഗ്രിമെൻ്റ് ആണ്, ഒരു പാർഷ്യൽ എഗ്രിമെൻ്റ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റിൻ്റെ സെയിലാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഫ്ലാറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചു. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പാർഷ്യൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് എമൗണ്ട് ഒരു 10 lakh ബി എക്ക് നൽകി. ഓക്കെ, ബി എക്ക് നൽകി. ആ ഒരു എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു പാർഷ്യൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ഇതിന് ശേഷം അപ്പോൾ ഒരു ഗുഡ് ഫെയ്ത്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബിക്ക് എയിന്മേലുള്ള ഒരു ഗുഡ് ഫെയ്ത്ത് അവിടെ ഉണ്ട്. അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നാളൊരു കാലത്ത് ഏതെങ്കിലും ഒരു വയലേഷൻ നടത്തിക്കഴിഞ്ഞാൽ ബിക്ക് ഡോക്ട്രിൻ ഓഫ് പാർട്ട് പെർഫോമൻസ് യൂട്ടിലൈസ് ചെയ്യാം ആസ് പെർ സെക്ഷൻ 53A. ദിസ് ഡോക്ട്രിൻ പ്രിവെന്റ്സ് ദ ട്രാൻസ്ഫറർ, that means A, from denying the agreement and evicting the transferee, that means B, even if the sale is unregistered and legal title has not been formally transferred. It is essentially an equitable safeguard against fraud and ensures justice for genuine transferees. A, Bക്ക് ഒരു സെയിൽ നടത്തി, ഒരു ഫ്ലാറ്റാണ് സെയിൽ നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത്. പാർഷ്യൽ പേയ്മെൻറ്റ് മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ ഒരു എഗ്രിമെൻറ്റിന്മേൽ. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ എ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ഫ്ലാറ്റ് ഇത്ര രൂപയുടെ ഫ്ലാറ്റാണ്, 35 ലക്ഷം രൂപയുടെ ഒരു ചെറിയ സ്റ്റുഡിയോ ഫ്ലാറ്റാണ്. 10 ലക്ഷം രൂപ ഫസ്റ്റ് ഘടുവായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ ഫ്ലാറ്റിന്മേൽ നിനക്ക് കയറി താമസിക്കാം. അതായത് ഒരു കൈൻഡ് ഓഫ് പൊസഷൻ ആണ്. ബിക്ക് അവിടെ ഒരു പൊസഷന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ആസ് പെർ എഗ്രിമെന്റ് എ നൽകിയിരിക്കുക. 10 ലക്ഷം രൂപ നൽകി ഫ്ലാറ്റിന്മേൽ ബി കയറി താമസിച്ചിരിക്കുകയാണ്. ബി പൊസസ് ചെയ്തു ഫ്ലാറ്റ്. ബാക്കി എമൗണ്ട് ഇന്ന സമയത്തിനുള്ളിൽ കൊടുക്കാമെന്ന എഗ്രിമെന്റ് പ്രകാരം ബി സമ്മതിച്ചിട്ടുണ്ട്. ഇരുവരും ഈ എഗ്രിമെന്റ് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ എഗ്രിമെന്റിന് വയലേഷൻ ആയിട്ട് ബി എ വന്നിട്ട് ഇറങ്ങടാ പുറത്ത്, എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞാൽ ബിക്ക് അവിടെ ഈ ഡോക്ട്രിൻ ഓഫ് പാർട്ട് പെർഫോമൻസ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളാം, പാർഷ്യൽ പേയ്മെന്റ് നടന്നിട്ടുള്ളൂ. ഫുൾ പേയ്മെന്റ് നടന്ന് കഴിഞ്ഞാൽ മാത്രമേ രജിസ്ട്രേഷനും ഡീഡും ഈ പറയുന്ന ടൈറ്റിലും എല്ലാം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അതൊന്നും കിട്ടുന്നതിന് മുന്നേ തന്നെ ഒരു പാർഷ്യൽ പേയ്മെന്റ് എഗ്രിമെന്റിലൂടെ ബി നേടിയിരിക്കുന്ന ആ ഒരു അവകാശം ഏതെങ്കിലും രീതിയിൽ എ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ആയുധമാണ് ഡോക്ട്രിൻ ഓഫ് പാർട്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫറി മസ്റ്റ് ഹാവ് ടേക്കൺ പൊസഷൻ ഓഫ് ദി പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് ബി, or perform substantial acts in the furtherance of the agreement. The transferee must be willing to fulfill their part of the agreement, demonstrating good faith. The remaining amount will be paid accordingly as per the agreement. Okay, the doctrine prevents the transferor, that means A, from taking advantage of the lack of formal registration and denying the existence of the agreement. ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന പ്രോപ്പർട്ടി ടേക്ക് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിനെ ഡിനേ ചെയ്തുകൊണ്ട്
വയലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലോ അതിനെ തടഞ്ഞു നിർത്തുന്നതിനും ബിയുടെ ആസ് പെർ ദ എഗ്രിമെൻറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഡോക്ട്രിൻ ഓഫ് പാർട്ട് പെർഫോമൻസ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു നിയമത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 53A എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. മുൻകാലങ്ങളിലും സെക്ഷൻ 53A ഡോക്ട്രിൻ ഓഫ് പാർട്ട് പെർഫോമൻസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഡോക്ട്രിൻ ഓഫ് ലീസ് പെൻഡൻസ്. ഡോക്ട്രിൻ ഓഫ് ലീസ് പെൻഡൻസ് ഇതൊരു ലീസ് പെൻഡൻസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണ്. മീൻസ് പെൻഡിങ് ലിറ്റിഗേഷൻ. പെൻഡിങ് ലിറ്റിഗേഷൻ ഇത് സെക്ഷൻ 52 അനുസരിച്ച് ഇറ്റ് ഡീൽസ് വിത്ത് ദ എഫക്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി പെൻഡിങ് എ സ്യൂട്ട് ഓർ പ്രൊസീഡിങ്. ഓക്കെ, എയുടെ കൈവശം ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടിന്മേൽ ഒരു കേസ് അറ്റ് പ്രസൻറ്റ് കോടതിയിൽ പെൻഡിങ് ആണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ബാങ്കിൽ നിന്നും അതായത് ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ഒരു ബാങ്കിൽ നിന്നും കുറച്ച് പണം കടമായിട്ടെടുത്തു, അതായത് ഹോം ലോൺ ലഭിച്ചു. ഓക്കെ, സോ എക്ക് ബാങ്ക് ഹോം ലോൺ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കൃത്യമായിട്ട് പണം EMI അടയ്ക്കുന്നില്ല. ഓക്കെ, കൃത്യമായിട്ട് അത് മടക്കി നൽകുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ഡിസ്പ്യൂട്ട് റേസ് ചെയ്തേക്കാം, ഒരു സിവിൽ സ്യൂട്ടൊക്കെ അവിടെ ഫയൽ ചെയ്തേക്കാം. അങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അവിടെ ആ ഒരു കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഈ പറയുന്ന രീതിയിൽ ബാങ്കുകാർ വന്ന് ഒഴിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്താണ് ഇതെന്താണ് ബാങ്കുകാരുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ വേണമെങ്കിൽ ഒരു സ്യൂട്ടൊക്കെ വേണമെങ്കിൽ ഫയൽ ചെയ്ത് അത് ഡിപ്പെൻഡ്സ് അവർ തമ്മിലുള്ള ഇതാണ്. അതായത് ഏതെങ്കിലും പ്രോപ്പർട്ടിന്മേൽ അതുമല്ലെങ്കിൽ എയുടെ കൈവശമുള്ള പ്രോപ്പർട്ടിന്മേൽ ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി അത് ഈ പറയുന്ന പ്രോപ്പർട്ടിന്മേൽ എനിക്കും അവകാശമുണ്ട്, ഇത് മറ്റൊരു തരത്തിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള രീതിയിൽ അയാൾ തട്ടിപ്പറിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോപ്പർട്ടിന്മേൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. ആ ഡിസ്പ്യൂട്ടിന്മേലുള്ള അന്തിമ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല, കോടതിയുടെ പരിഗണനയിലാണ്. അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ആ ഒരു ട്രാൻസ്ഫർ ഒരിക്കലും ഒരു ലീഗൽ അല്ലെങ്കിൽ ഒരു വാലിഡ് ട്രാൻസ്ഫർ ആവത്തില്ല. ഇറ്റ് പ്രിവെൻറ്റ്സ് പാർട്ടീസ് ഫ്രം ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഓർ ഇൻട്രസ്റ്റ് ഇൻ പ്രോപ്പർട്ടി ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് ലോ സ്യൂട്ട് ഇൻവോൾവിംഗ് ദി property. It essentially places the property under the jurisdiction of the court during the litigation. The suit must not be a collusive. So very important ആയിട്ടുള്ള ഒരു കാര്യമാണ് ലീസ് പെൻഡൻസ് സെക്ഷൻ 52 എന്ന് പറയുന്നത്. ഇവിടെ കൊടുക്കുന്ന സ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആൾക്കാർക്ക് തോന്നുന്ന പോലെ വെറുതെ അങ്ങ് ഒരു വേറെ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട്, അതായത് അത്ര സീരിയസ് അല്ലാതെ കൊണ്ടൊരു സ്യൂട്ട് കൊടുക്കുകയാണ്. ഒരു കൊള്യൂസീവ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രണ്ട്ലി സ്യൂട്ടാണ്. ദാറ്റ് മീൻസ് അത്ര സീരിയസ് അല്ലാത്ത കോടതിയെ പരീക്ഷിക്കുന്നതിൻ്റെ അതായത് ചില ആളുകളൊക്കെ സ്യൂട്ടുകൾ ഫയൽ ചെയ്യുന്നത് എന്താണ്? ഒരു പക്ഷേ കോടതിയുടെ ഈ ഒരു കാര്യത്തിന്മേൽ ഈ ഒരു സബ്ജക്റ്റിന്മേൽ കോടതിയുടെ തീരുമാനം എന്താണ് എന്നറിയണം. അതിനു വേണ്ടിയിട്ട് ചുമ്മാ ഒരു സ്യൂട്ടങ്ങ് ഫയൽ ചെയ്യുകയാണ്. അല്ലാതെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കേസല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഫ്രണ്ട്ലി സ്യൂട്ടിനെയാണ് കൊള്യൂസീവ് സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊള്യൂസീവ് സ്യൂട്ട് ആകരുത് ഇവിടെ. ഇറ്റ് മസ്റ്റ് ബി വെരി സീരിയസ് ഡിസ്പ്യൂട്ട് ആയിരിക്കണം. ഓക്കെ, അവിടെയാണ് നമുക്ക് ഈ പറയുന്ന ലീസ് പെൻഡൻസ് നമുക്ക് ഒരു എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് 100% ഉറപ്പായ ഒരു കാര്യം. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ദ്രോഹിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ബി എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് ചുമ്മാ ഒരു സ്യൂട്ട് അങ്ങ് ഫയൽ ചെയ്യണം. ആദ്യ ഘട്ടത്തിൽ തന്നെ അത് അടിച്ചു പോകും. കാരണം ലീസ് പെൻഡൻസ് അവിടെ ആപ്ലിക്കബിൾ ആവത്തില്ല. ഓക്കെ, ഒരു കൊള്യൂസീവ് സ്യൂട്ട് എന്ന് പറയുന്നത് ഒരു രീതിയിലും ലീസ് പെൻഡൻസ് ആപ്ലിക്കബിൾ ആവത്തില്ല. സോ ദ സ്യൂട്ട് must not be a collusive. Okay, the suit must not be a collusive.
ഇനി ഡോക്ട്രിൻ ഓഫ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ ആണ്, സെക്ഷൻ 53 ആണ് അതിനെപ്പറ്റി പറയുന്നത്. എവരി ട്രാൻസ്ഫർ ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി മെയ്ഡ് വിത്ത് ദ ഇന്റന്റ് ടു ഡിഫീറ്റ് ഓർ delay the creditors of the transferor shall be voidable at the option of any creditors so defeated or delayed എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു അർത്ഥം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 52ഉം സെക്ഷൻ 53 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 52ൽ കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഓണറും ബാങ്കും തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ഓണറും മറ്റൊരു വ്യക്തിയും തമ്മിലായിരിക്കാം. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണെങ്കിൽ ആ പ്രോപ്പർട്ടിന്മേൽ യാതൊരുവിധ ട്രാൻസ്ഫറും നടത്താൻ പറ്റില്ല. ആ ട്രാൻസ്ഫർ ലീഗലി വാലിഡ് ആവത്തില്ല. ഓക്കെ, ഇനി അതൊരു കണ്ടീഷനാണ്, അതൊരു ഒരു 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 ഏരിയ ആണ് സെക്ഷൻ 52 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 53 ഡോക്ട്രിൻ ഓഫ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബാങ്കരെ ഞാൻ കൊണ്ടുവരാം. ബാങ്ക് ജപ്തി നേരിടുന്ന ഒരു പ്രോപ്പർട്ടി, ശ്രദ്ധിക്കണം, ബാങ്ക് ജപ്തി നേരിടുന്ന ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? ഇത് മറച്ചു വെച്ച് തിടുക്കത്തിൽ ഒരു നിഷ്കളങ്കനായ ബി എന്ന വ്യക്തിയിന്മേൽ ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത് കാശ് മേടിച്ച് പോവുകയാണെന്ന് വിചാരിക്കാം. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ട്രാൻസ്ഫറിനെ നമുക്കല്ല ബാങ്കിന് ഇൻവാലിഡ് ആക്കാൻ പറ്റും യൂസിങ് ഡോക്ട്രിൻ ഓഫ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഇഫ് എ ഡെപ്റ്റർ ഫേസിങ് ലീഗൽ ആക്ഷൻ ഫ്രം എ ക്രെഡിറ്റർ, എന്ന് പറയുന്ന വ്യക്തിയാണ് കടം മേടിച്ച ഡെപ്റ്റർ, ക്രെഡിറ്റർ ബാങ്കാണ്, ട്രാൻസ്ഫേഴ്സ് all their property to a friend without consideration, this could be considered a fraudulent transfer, potentially allowing the creditor to void the transfer and recover the property. അപ്പോൾ ബിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ഈ പ്രോപ്പർട്ടി മേലുള്ള ജപ്തി നേരിടലും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ട്രാൻസ്ഫർ ഇൻവാലിഡ് ആക്കാൻ ഡോക്ട്രിൻ ഓഫ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ ആസ് പെർ സെക്ഷൻ 53 ബാങ്കിന് സാധിക്കും. ഓക്കെ, ഇതാണ് സെക്ഷൻ 52ഉം 53ഉം തമ്മിലുള്ള വ്യത്യാസം. സെക്ഷൻ 52 എന്ന് പറയുന്നത് എന്താണ്? ഇതാ നോക്ക്, ഡോക്ട്രിൻ ഓഫ് ലീസ് പെൻഡൻസ്. അതിൽ തന്നെ പറയുന്നുണ്ട്, കോടതിയിൽ പരിഗണനയിലുള്ള കേസുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അവ ട്രാൻസ്ഫർ ചെയ്താൽ അത് പോസിബിൾ അല്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പോസിബിൾ അല്ല. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കത്തില്ല. ഇനി സെക്ഷൻ 53 ഡോക്ട്രിൻ ഓഫ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോടതിയിലുള്ള പരിഗണന എന്ന അർത്ഥത്തോടു കൂടിയല്ല, ജപ്തി നേരിടുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രമാണം പണയം വെച്ചാണ് കാശ് മേടിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രമാണം പണയം വെച്ച് കാശ് മേടിച്ചിട്ട് ആ കാശ് തിരിച്ചു കൊടുക്കാതെ അത് മറച്ചു വെച്ച് മറ്റൊരു വ്യക്തിക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് ഒടുവിൽ പണം കൊടുത്ത ബാങ്കുകാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ട്രാൻസ്ഫർ ഇൻവാലിഡ് ആക്കാൻ സാധിക്കും യൂസിങ് ഡോക്ട്രിൻ ഓഫ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.